ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം. ഉത്തരം മെയ് 3. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ സ്ഥലം കോഴിക്കോട്. പ്രഥമ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം ലഭിച്ചത് ഉത്തരം എം മുകുന്ദൻ. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ടോൾ നികുതി ഇളവുകൾ പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര. 2025 മാഡ്രിഡ് ഓപ്പൺ ടെന്നീസിൽ വനിതാ കിരീടം സ്വന്തമാക്കിയത് ആര്യന സെബലങ്ക. ലോക അത്ലറ്റിക് ദിനം മെയ് 7. അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ മക്കൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഉത്തരം ജ്യോതി. ബിസിനസ് സമൂഹത്തെ ആദരിക്കുന്നതിനായി മെയ് 5 വ്യാപാരി ദിനമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തരം തമിഴ്നാട്. 2025 മെയ്യിൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ മലയാളിയായ 13കാരൻ സൂര്യനാരായണൻ. ഹൈബ്രിഡ് നെൽവിത്തുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബ്. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ഡോക്ടർ എം ജയതിലക്. ദേശീയ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാൻ ഉത്തരം അലോക് ജോഷി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം ചെയ്ത ദിവസം ഉത്തരം 2025 മെയ് 2. ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുതി കപ്പൽ ഹൾ 096. ഇന്ത്യയിലെ ആദ്യ AI ഡാറ്റ സെന്റർ പാർക്ക് നിലവിൽ വരുന്നത് ഛത്തീസ്ഗഡ്. സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ലഹരി വിമുക്ത ക്യാമ്പയിൻ ഉത്തരം കിക്ക് ഡ്രഗ്സ്. 2025 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. 2025 ലോക റെഡ് ക്രോസ് ദിനത്തിന്റെ പ്രമേയം കീപ്പിംഗ് ഹ്യൂമാനിറ്റി അലൈവ്. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ബീഹാർ. അമർനാഥ് തീർത്ഥാടന യാത്രയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഓപ്പറേഷൻ ശിവ. 2025 മെയ്യിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം രോഹിത് ശർമ്മ. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ. കൗമാരത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ അവബോധവും ജീവിത നൈപുണ്യവും പെൺകുട്ടികൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതി കിഷോരി വികാസ്. 2025 മെയ്യിൽ നിലവിൽ വന്നതിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യൻ നഗരം ഉത്തരം സിക്കിം. 2025 മെയ്യിൽ ദേശീയ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം അമേരിക്ക. താപ്തി നദിയുടെ റീചാർജ് പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് 2025 മെയ്യിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. 2025 മലിനീകരണ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 5. രാജ്യത്തെ ആദ്യ ഹരിത ബോട്ട് ആംബുലൻസ് പ്രവർത്തനം ആരംഭിച്ചത് കടമക്കുടി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ ചെയർമാൻ അജയ് കുമാർ. 2025 ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചത് മരിയഞ്ചല ഹംഗ്രിയ. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ മഹാരാഷ്ട്ര. 2025 അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയ്ക്ക് വേദിയാകുന്നത് ഉത്തരം കൊട്ടാരക്കര. തുർക്കി പ്രദക്ഷിണം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സക്കറിയ. ഇന്ത്യയിലെ ആദ്യ യാചകരഹിത നഗരം ഇൻഡോർ. 2025 വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ മലയാളി വനിത സഫ്രീന ലത്തീഫ്. 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. വ്യാജ വാർത്തകളും സൈബർ ആക്രമണങ്ങളിൽ തടയാനായി നാനോ എന്ന സംവിധാനം ആരംഭിച്ച കമ്പനി ഗൂഗിൾ. ഇന്ത്യയുടെ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ LR ശ്രീഹരി. 2025 മെയ്യിൽ ചെസ്സിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം അഫ്ഗാനിസ്ഥാൻ. വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ വിസ്റ്റാഡോം ജംഗിൾ സഫാരി ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത് ഉത്തർപ്രദേശ്. 2025 മെയ്യിൽ അന്തരിച്ച ഡോക്ടർ ജയൻ വിഷ്ണു നർലിക്കർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ജ്യോതിശാസ്ത്രം. അമേരിക്കയുടെ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനം ഗോൾഡൻ ഡോം. സംസ്ഥാനത്തെ ആദ്യ പരിസ്ഥിതി സൗഹൃദ ക്രിക്കറ്റ് സ്റ്റേഡിയം എഴുകോൺ.
2025 വേൾഡ് ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായത് റോട്ടർഡാം. വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ MSC ഐറീന. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത രക്തപരിശോധന ആരംഭിച്ചത് ഹൈദരാബാദ്. കേരളം പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാനായി നിയമിതനായത് അഡ്വക്കേറ്റ് ഗഫൂർ P. ലില്ലീസ്. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയത് റോട്ട ബാനു മുഷ്താഖ്. ചരിത്രപ്രസിദ്ധ നഗരമായ ബീഹാറിലെ ഗയയുടെ പുതിയ പേര് ഗയാജി. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന കേരളത്തിലെ പോർട്ട് കൊല്ലം.